ഞാനിത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ തോൽപ്പിക്കാൻ നിന്നേ തോക്കാൻ മനസ്സിലാത്തൊരു പെണ്ണാണ് ഞാൻ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, കൃഷിയൊക്കെ ഉണ്ട്. എൻ്റെ കൈക്ക് വയ്യെങ്കിലും ഞാൻ ആ ഒരു കൃഷി രീതിയിലേക്കും എൻ്റെ ഹസ്ബൻഡിനെ സഹായിച്ചിട്ടൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ഈ വേദന ഇങ്ങനെ വന്ന സമയത്ത് ഇവർ കയറി വന്നപ്പോൾ ഞാൻ ഇവരെ സ്വീകരിച്ചു. ഇവർ പറയുന്നത് എന്താ, ആര് വന്നാലും അവർ പറയുന്നത് കേൾക്കണം. അപ്പം ഞാൻ അങ്ങനെ ആ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ അവിടെ തയ്യാറായിട്ട് നിന്നു. എന്നിട്ട് ഇവർ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ച ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ 10 വർഷം ഞാൻ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം എനിക്ക് പണിയെടുത്താൽ 400 രൂപ കിട്ടും. ഈ 400 രൂപ ഞാൻ 15,000 രൂപ മുടക്കിയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. തീർച്ചയായും കിട്ടുമെന്ന് പറഞ്ഞു. എന്നൊരു പരീക്ഷണം പോലെ ഞാനത് ഏറ്റെടുത്തു. അതിൻ്റെ കൂടെ എൻ്റെ കൈക്കുള്ള വേദനയുണ്ട്. ഒരു ദിവസം ഞാൻ തലപ്പുഴ വാടാട് ആശുപത്രിയിൽ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണമെങ്കിൽ എനിക്ക് 250 രൂപ വേണം. ആ 250 രൂപ അവിടെ വെച്ചിട്ട് ഞാൻ എന്താക്കി 15,000 രൂപ, എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, പൈസ ആക്കി വെച്ചായിരുന്നു. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചെറിയൊരു നോട്ട് കിട്ടിയപ്പോൾ ഞാൻ ആക്കി വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ വേണ്ടല്ലേ ലോണിൻ്റെ കാര്യം അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് ആ ലോൺ പൈസ അടയ്ക്കേണ്ടി വന്നു. ഷംനാമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് ഒരു ഫോൺ വിളിക്കും. അങ്ങനെ അവരോട് സംസാരിച്ച് വേറൊരാളുടെ അടുത്ത് നിന്ന് വായ്പയായിട്ട് ഞാൻ 15,000 രൂപ വാങ്ങി. ഇതെന്താ എങ്ങനെയാന്നുള്ള നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒന്നും എനിക്കറിയാം, ഇത് മേടിച്ച് വെച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ റീറ്റെയിൽ ചെയ്താൽ നമുക്ക് വരുമാനം വരുന്നത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ അടുത്ത് നിന്ന്. കാരണം കിച്ചന മേടത്തിനൊക്കെ റീറ്റെയിൽ ചെയ്തിട്ട് നല്ല പൈസ കിട്ടുന്നുണ്ട്. അത് എന്നെ ഇവർ കാണിച്ചു തരുന്നു. മാത്രമല്ല എൻ്റെ സാർമാരുടെ ഫോണിൽ അവർ പറഞ്ഞില്ല ഫോണാണ് ഇതിൻ്റെ ആയതൊന്നുമില്ല. ആ ഫോണിനകത്ത് നോക്കുമ്പോൾ ഇവർക്ക് വരുമാനം കയറുന്നതുകൊണ്ട്. അപ്പോൾ കുരുട്ടുബുദ്ധിയും ചിന്തകളും കുശുമ്പും കുഞ്ഞും എല്ലാം ബന്ധത്തിൽപ്പെട്ടതാണ് നമ്മുടെ ആൾക്കാരൊക്കെ. പക്ഷെ ഞാനും ഇതിനെക്കുറിച്ച് ഇവർ സത്യസന്ധമായി ഇവരെന്നെ കാണിച്ചു തന്നപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ലാതെ ഇവരിങ്ങനെ ആവില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ബാലുശ്ശേരി വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തു. കുറ്റ്യാടി വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് ഞാൻ പങ്കെടുത്തു. ബത്തേരി വെച്ചിട്ടുള്ള മീറ്റിങ്ങിന് അതിന് ഞാൻ പങ്കെടുത്തു. കാരണം അറിവാണ് നമുക്ക് എല്ലാത്തിനും ഒരു ആയുധം. കാരണം ആ അറിവ് നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവർ പറയുന്നിടത്തൊക്കെ എന്ന് വെച്ചാൽ ഇന്ന ദിവസം വരണമെന്നോ അല്ലെങ്കിൽ ഈ കൃത്യസമയത്ത് ഇവിടെ എത്തണമെന്നോ എന്നൊന്നും ഇവർ പറയുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ പോയി. ഞാനത് കേട്ടു, ഞാനത് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഇതിനകത്ത് 15,000 രൂപേൻ്റെ സാധനം എടുത്ത് ഒന്നും അറിയാത്തൊരു കുട്ടിയുടെ കയ്യിൽ ഒരു പെട്ടി സാധനം തന്നു വിട്ടവർ എൻ്റെ വഴിയിൽ ഷംനാമ്മയുടെ എനിക്ക് സാധനം തന്നു വിട്ടത്. ഇത് എന്താണെന്നോ ഏതാണെന്നോ എങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല, ഒരു സംഭവം എനിക്കറിയില്ല. ലാസ്റ്റ് ഷംനാമ്മയുടെ വന്ന് ഏത് സമയത്ത് എന്തിനു വിളിച്ചാൽ ഷംനാമ്മയുടെ എൻ്റെ അടുത്തിട്ട് ഒരു വെളിപ്പാടാകില്ല. കുറ്റിയാടിയാണെങ്കിൽ ഒരു വെളിപ്പാടാകില്ല മേഡത്തിൻ്റെ അടുത്തുണ്ട്. ഈ സാധനം കൊണ്ടുവച്ച് ഞാൻ ബോക്സിങ്ങനെ വെച്ചതിന് ശേഷം എൻ്റെ തൊട്ടയൽപ്പക്കത്തിൽ അവർ കയറി വന്നു. ഞാൻ പറഞ്ഞു ചുമയ്ക്ക്. അവരാണെങ്കിൽ ഒരു മാസമായിട്ട് ചുമ വന്ന് ഇടങ്ങാറ്